അച്ഛനും കൂടെ വരാനിരുന്നതാ. അപ്പോഴാ കളക്ടറേറ്റിൽ പോകേണ്ട ഒരു അത്യാവശ്യം വന്ന്. ഈ പൈസയുടെ കാര്യത്തിനായിട്ട് ഓട്ടം തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. ഇത്തവണ എല്ലാം ശരിയാവാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞേ. അതല്ലേ പ്രധാനപ്പെട്ട കാര്യം, അത് നടക്കട്ടെ. പിന്നെ ഞാൻ കല്യാണം വിളിച്ചിട്ട് പോയാലും അച്ഛനൊന്നുകൂടെ വരും. പിന്നെ ആദ്യം വിളിക്കേണ്ടത് ഇവിടെ ആയതുകൊണ്ടാ ഞാനിങ്ങ് പോകുന്നത്. സത്യത്തിൽ ഇവിടെ വന്നിങ്ങനെ വിളിക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ഞങ്ങൾക്കെല്ലാം അറിയാലോ. ഒന്ന് ഓർമ്മിപ്പിച്ചാ പോരെ? എന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമല്ലോ. രാവിലെ 10-നും 10:30-ക്കും ഇടയ്ക്കാണ് മുഹൂർത്തം. പക്ഷേ അന്ന് വന്നാ പോരാ, തലേന്ന് തന്നെ വരണം രണ്ടുപേരും. ഇനി തന്നെ രണ്ടുപേരും മാത്രം വന്നാൽ മതിയോ? മൂന്നാമതായിട്ട് ഒരാളും കൂടെ ഉണ്ട് ഇവിടെ. അയാൾ വരണ്ട? വേണ്ട. അപ്പൊ എന്നെ ക്ഷണിക്കുന്നില്ലേ? ഇല്ല. എന്റെ അനിയത്തിമാർക്ക് ഏട്ടന്റെ സ്ഥാനത്തല്ലേ അഭി. വന്നു നിന്ന് നടത്തി തരേണ്ട ആളെ ക്ഷണിക്കുന്ന എന്തിനാ? കൂടെ ഉണ്ടാവണം അഭി. അത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നടത്തേണ്ടതായിരുന്നു അനിയത്തിമാരുടെ കല്യാണം. അതെങ്ങനെയാ? ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവല്ലായിരുന്നോ? ചേച്ചിയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പേ അനിയത്തിമാരെ കെട്ടിക്കുക, നാട്ടിൽ നടപ്പുള്ളതാണോ ഇതൊക്കെ? അവർക്ക് മുന്നേ നടക്കേണ്ടതായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം. അമൃതേച്ചി കുറ്റപ്പെടുത്തണ്ട. ഏട്ടനെ പറഞ്ഞാ മതി. എന്റെ കല്യാണം കഴിഞ്ഞിട്ടേ കഴിക്കൂന്ന് വാശിയില്ലല്ലേ ഏട്ടൻ? ഇതൊന്നുമല്ല മോളെ കാര്യം. ഇവ മനസ്സിൽ മറ്റെന്തോ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്താം. തൽക്കാലം കല്യാണത്തിന് നിർബന്ധിക്കണ്ട. ഞങ്ങൾ തമ്മിൽ ഒരു പരസ്പര ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വൈകിയെന്ന് വെച്ചേ ഞങ്ങൾ കല്യാണം കഴിക്കാതിരിക്കാൻ പോകുന്നൊന്നുമില്ല. എത്ര കാലം നീ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവും? അമൃതേച്ചി കാത്തിരിക്കുന്നതിനും ഇല്ലേ ഒരു പരിധി? പരിധികളേ ഇല്ല. എത്ര കാലം വേണേലും അഭിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാ. താൻ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എന്നെ കൂട്ടാൻ അനഘ വരും. ഞങ്ങൾക്ക് ഒരുമിച്ചെന്ന് വിളിക്കാനുള്ള ചില കൂട്ടുകാരുണ്ട്. നീ പൊയ്ക്കോ. ഇവിടെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വിടുന്നുള്ളൂ. ശരി. ഞാനിപ്പോ വരാവേ. അഭി, വിഷമായോ? സോറി, ഞാൻ കാരണമല്ലേ? തന്റെ വാശി കാരണം മനസ്സിലായോ? ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയിൽ. അഭിക്കല്ലേ കൂടുതൽ വാശി? ഒരു പാവം മനുഷ്യനെ അവിടെ നിന്ന് ഇറക്കി വിടാത്തത് ഇത്ര വലിയ തെറ്റാണോ? അതെ, ഇക്കാര്യം നമ്മൾ പലവട്ടം സംസാരിച്ച എനിക്ക് അയാളുടെ മുഖം കാണുന്ന വെറുപ്പാ. അങ്ങനെ ഒരു അച്ഛൻ എനിക്കില്ല. എനിക്കില്ലാത്ത എന്ത് ബന്ധമാണ് തനിക്ക് അയാളുമായിട്ടുള്ളത്? രക്തബന്ധം ഇല്ലെന്നേ ഉള്ളൂ. എനിക്ക് എന്റെ അച്ഛനെ പോലെ തന്നെയാ കൃഷ്ണേട്ടനും. എന്റെ അനിയത്തിമാർക്കൊരു അപകടം വന്നപ്പോ ജീവൻ പണയം വെച്ച് സഹായിച്ചതാ മനുഷ്യൻ. താനൊരു കൊലപാതകയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്നുള്ള കാര്യം മറന്നുപോരുത്. കൊലപാതകി എന്നൊന്നും പറയാൻ പറ്റില്ല. മനഃപൂർവ്വം കൃഷ്ണേട്ടൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണവും കാണും. വെറുതെ ന്യായീകരിക്കണ്ട. അയാളെ പഞ്ചരത്നത്തിൽ നിന്ന് താൻ ഇന്ന് ഇറക്കി വിട്ട അടുത്ത മുഹൂർത്തത്തിൽ നമ്മുടെ കല്യാണം നടക്കും. അപ്പൊ ഇതായിരുന്നു കാരണമല്ലേ? നീ എല്ലാം കേട്ടോ? കേട്ടു. കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ മറഞ്ഞു നിന്നത്. ആരും അറിയരുത്. അറിഞ്ഞാലല്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. വേണ്ടച്ചോ, ആരും അറിയണ്ട. കൃഷ്ണേട്ടന്റെ ചെവിയിലെത്തിയ വല്ലാത്ത പ്രയാസമായിപ്പോ. അച്ഛനോട് ഞാൻ ഇതാ കാരണമെന്ന് പറയുന്നില്ല.
പക്ഷേ ഈ കാരണം കൊണ്ട് നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കരുത്. എനിക്കൊരു തമാശയായിട്ടാ തോന്നുന്നത്. പരസ്പരം ഇത്രയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നിക്കാതിരിക്കാനുള്ള കാരണമാണോ ഇത്? ഓരോരുത്തർ വീടും കുടുംബം ഉപേക്ഷിച്ച് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്ന കാലത്താ ഇത്ര നിസ്സാര കാര്യത്തിന് അകന്നു നിൽക്കുന്ന. സ്ഥിരബുദ്ധിയുള്ളവർ കേട്ട പരിഹസിക്കും. ആ, ഇങ്ങോട്ട് വാ, ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.